സിറിയയുടെ ഭരണം പൂർണ്ണമായും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കൈക്കലാക്കിയതോടെ സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് തലസ്ഥാനമായ ദമാസ്കസ് വിട്ടോടിയിരിക്കുകയാണ്. സിറിയയുടെ തകർച്ചയ്ക്കു പിന്നിൽ ഇസ്രായേലിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ ശ്രമിച്ച പാഴ്ശ്രമങ്ങളുമുണ്ട്. ഇസ്രായേലിനെ നേരിടുവാൻ ഹിസ്ബുള്ളയ്ക്കൊപ്പം ചേർന്ന കോപ്പുകൂട്ടിയ സിറിയയ്ക്ക് സംഭവിച്ചത് കനത്ത തിരിച്ചടിയാണ്. ഇസ്ലാമിക ഭീകര പ്രസ്ഥാനമായ അൽ ഖ്വയ്ദയുടെ സിറിയൻ പതിപ്പായ HTS ഈ സമയം ഫലപ്രദമായി ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ. തക്കം പാർത്തിരുന്ന സുന്നി വിഭാഗമായ HTS ഷിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അസദിന് നേരെ കിറുകൃത്യമായാണ് അമ്പു നെയ്തത്. സിറിയയുടെ കൂട്ടാളികളായ ഇറാനും ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ തിരിച്ചടികൾ സിറിയയെയും കാര്യമായി ബാധിച്ചു. ഇസ്രായേലി സൈന്യം നേരിട്ട് സിറിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുക കൂടി ചെയ്തതോടെ ഇസ്രായേലിനെതിരെ പൊരുതി നിൽക്കുവാൻ ആകാതെ സിറിയ പത്തിമടക്കി. ഇതോടെ ഇസ്രായേലിനെ പ്രതിരോധിക്കുവാൻ ഒരുങ്ങിയ അസദ് ദുർബലനാകുന്നു എന്ന് കണ്ടാണ് വിമതർ ഈ അവസരം ഉപയോഗിച്ചത്. HTSഉം തുർക്കിയുടെ പിന്തുണയുള്ള സിറിയൻ നാഷണൽ ആർമിയും സംയുക്തമായാണ് അസദിന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടിയത്. യുക്രൈൻ യുദ്ധത്തിന്റെ ഫലമായി റഷ്യയിൽ നിന്ന് അസദിന് കിട്ടിക്കൊണ്ടിരുന്ന പിന്തുണയ്ക്ക് കാര്യമായ കുറവ് സംഭവിച്ചതും സിറിയയിൽ നിന്ന് റഷ്യൻ സേനയെ പൂർണ്ണമായി പിൻവലിച്ചില്ലെങ്കിലും സംഖ്യാബലത്തിൽ വന്ന കുറവും വിമതർക്ക് പ്രോത്സാഹനമായി. സിറിയയിൽ യുദ്ധത്തിന് മുൻപുണ്ടായിരുന്നത് 23 ദശലക്ഷം പേരായിരുന്നെങ്കിൽ യുദ്ധം തുടങ്ങി ഇതുവരെയുള്ള കണക്കനുസരിച്ച് പകുതിയിലേറെ പേരെ മാറ്റിപ്പാർപ്പിക്കുകയും കലാപം ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങിയപ്പോൾ ദശലക്ഷക്കണക്കിന് സിറിയക്കാർ പലായനം ചെയ്യേണ്ടിയും വന്നു. ബഷർ അൽ അസദ് രാജ്യം വിട്ടതോടെ അവരുടെ 54 വർഷത്തെ കുടുംബവാഴ്ച കൂടിയാണ് സിറിയയിൽ അവസാനിച്ചത്. ഇതോടെ ഇനിയാര് രാജ്യം ഭരിക്കുമെന്ന ചോദ്യവും ബാക്കിയാണ്.